ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉമ്മച്ചിയുടെയും വാപ്പച്ചിയുടെയും കൂടെ ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം അറിയാം എന്നുള്ളൊരു ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ 10 ക്വസ്റ്റ്യൻസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഇവരുടെ അടുത്ത് ചോദിക്കും. അതായത് വാപ്പച്ചിയുടെ ഇഷ്ടപ്പെട്ട കാര്യം ഉമ്മച്ചിയെടുത്ത് ചോദിക്കും. അത് ഉമ്മി കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ഉമ്മിയുടേത് വാപ്പച്ചിയെടുത്തും ചോദിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം വാപ്പച്ചിയുടേത് ചോദിക്കാൻ പറ്റിയത്. വാപ്പച്ചിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അത് എങ്ങനെയാ? ബ്രേക്ക്ഫാസ്റ്റ് ആണോ അല്ല, മൊത്തത്തിൽ? അതായത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അങ്ങനൊന്നും ഇല്ല. ഇഷ്ടപ്പെട്ട ഫുഡ് പൊറോട്ടയും ബീഫ് കറി. കറക്റ്റാ. ഉമ്മച്ചി ആദ്യം ദോശ ഇഡലി ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇഡലിയും സാമ്പാറും ഭയങ്കര ഇഷ്ടം. അതാ ഞാൻ എടുത്ത് ചോദിച്ചത്. അതുണ്ടോ? ഉമ്മച്ചിക്ക് ഏതാ ഇഷ്ടപ്പെട്ട ഫുഡ്? മന്തി. ഓക്കെ, അപ്പം 1-1 രണ്ടുപേർക്കും 1 പോയിന്റ്. ഇനി അടുത്തത്, ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട കളർ. അത് പറയൂ. അല്ല, മജന്ത അല്ലെങ്കിൽ പിന്നെ ബ്ലൂ ആയിരിക്കും. അല്ല, ഒരു ചാൻസ് കൂടെ കൊടുക്കാം. അത് പറയാൻ തോന്നുന്നില്ല എപ്പോഴും. പക്ഷെ ഇപ്പൊ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോ എനിക്ക് ആ കളർ വേണം എന്ന് പറയുന്നത്. അല്ല, അത് നമ്മളൊരു അട്രാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പറയാം എന്നാ പിന്നെ അത് ശരിയാ. എന്നാലും ഇടയ്ക്ക് ഉമ്മ ഇങ്ങനെ പറയും, അയ്യോ ഞങ്ങളോട് പറയും. പക്ഷെ വാപ്പിച്ചിയോട് അങ്ങനെ, വാപ്പിച്ചി ഡ്രസ് എടുക്കാൻ പോകുമ്പോ വാപ്പിച്ചി കണ്ട ഇഷ്ടപ്പെട്ടാന്ന് വെച്ചാൽ അത് എനിക്ക് ഓക്കെ ആണെന്ന് പറയും. അല്ല, യെല്ലോ. ഇനി വാപ്പച്ചിക്ക് ഇഷ്ടപ്പെട്ട കളർ? വാപ്പച്ചിക്ക് ഇഷ്ടപ്പെട്ട കളർ, വാപ്പച്ചിക്ക് പണ്ടോട്ടേ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയ വാപ്പച്ചി പറയുന്ന ഒരു കളറുണ്ട്, വൈറ്റ്. ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് കളറിലെ ഡ്രസ്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, വൈറ്റ് അല്ലെങ്കിൽ എന്താ പറയാ, ബ്ലാക്ക്. വാപ്പിച്ച് ഷർട്ടൊന്നും പ്രത്യേകിച്ച് കളറുകളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ചോദിച്ചപ്പോ ഒറ്റ അടിക്കും വാപ്പിച്ച് പറഞ്ഞു ഇഷ്ടപ്പെട്ട കളർ പറഞ്ഞു. വാപ്പിച്ച് എപ്പോഴും അതാണ് ഇടുന്നത്. അതിനോടാണ് താല്പര്യം. അത് കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള കളറാണ്. പക്ഷെ നിങ്ങളായിട്ട് എടുപ്പിക്കാത്തതാണ്. ഞാൻ അത് എടുക്കുമ്പോൾ നിങ്ങൾ പറയോ എപ്പോഴും അതിന് എടുക്കുന്നത് വേണ്ട, എനിക്ക് എന്റെ വീട്ടുകാർ മാച്ച് യെല്ലോ. ഓക്കെ, ഇനി വാപ്പച്ചിക്ക് ഫുഡ് വെളിയിലിരുന്ന് അതായത് ടേക്ക് അവേ ആണോ ഡൈനിങ് ആണോ? വീട്ടിൽ കൊണ്ടുവന്നിരുന്ന് കഴിക്കാനാണോ അതോ റെസ്റ്റോറൻറ്റ്? സംശയമില്ല, വീട്ടിൽ ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. പുറത്ത് പോകാൻ പറയത്തേ ഇല്ല. പുറത്തു പോകാൻ പറയും, പക്ഷെ ഫുഡ് പുറത്തിരുന്ന് കഴിക്കുന്നതിനോട് താല്പര്യമില്ല. എപ്പോഴും പറയും വീട്ടിൽ ഇരുന്ന് കഴിക്കാം. ശരിയാ. അപ്പം 2-2. ഒരെണ്ണം രണ്ടുപേരും തെറ്റി. കളറ് ഇപ്പൊ കളർ കുറച്ച് വെച്ചോളാം കേട്ടോ. രണ്ടുപേർക്കും ഇഷ്ടം ഒരേ കളറാ, യെല്ലോ. ഓക്കെ, അടുത്തത് ഫേവറേറ്റ് ആക്ടർ, ഇഷ്ടപ്പെട്ട നടൻ. വാപ്പച്ചിക്ക് ഇഷ്ടപ്പെട്ട മോഹൻലാല്. ഉമ്മച്ചിക്ക് ഇപ്പൊ പുതു നടന്മാരെ ഇഷ്ടമുണ്ടോ? പഴയ നടന്മാരൊന്നും ഉമ്മച്ചി താല്പര്യമായിട്ട് പറയുന്നുണ്ട്. മമ്മൂട്ടി. ഫഹദ് ഫാസിൽ. അല്ല, പുതിയ പഴയ നടൻ തന്നെ ഇഷ്ടം. മോഹൻലാൽ. അത് രണ്ടുപേർക്കും മമ്മൂട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ടൈം വരെ അഭിജിക്ക് ഭയങ്കര മമ്മൂട്ടിയായിരുന്നു. പണ്ട് തൊട്ടേ മമ്മൂട്ടിയുടെ ഫിലിം കാണാനായിരുന്നു ഭയങ്കര ആഗ്രഹം. പോയാലും മമ്മൂട്ടിയുടെ ഫിലിം ഉണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം കുറെ നാളുകൊണ്ട് മോഹൻലാലിനെ താല്പര്യം. മമ്മൂട്ടിയെ കുറച്ച് സെക്കൻഡ് ആക്കി വെച്ചു. ഓക്കെ, അടുത്തത് ഉമ്മച്ചിയുടെ ചൈൽഡ്ഹുഡ്, കുഞ്ഞിലെ കൊച്ചായിരുന്നപ്പോ ഉള്ള ആംബിഷൻ എന്താവണമെന്നായിരുന്നു ആഗ്രഹം ഉമ്മച്ചിക്ക്? അത് പറയത്തില്ല. ഉമ്മച്ചിയുടെ എനിക്ക് ഉറപ്പാ.
എനിക്ക് അങ്ങനൊന്നും എന്നെ ഓർമ്മപ്പെടുത്തിയിട്ടില്ല. ശരിയാ, പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഞാൻ ഇന്നതാകണം അല്ലെങ്കിൽ ഇന്നതാകാൻ എനിക്ക് താല്പര്യം പറഞ്ഞിട്ടില്ല. സത്യം അങ്ങനെ ഒരു താല്പര്യമേ എന്റെ ഓർമ്മയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ടീച്ചർ അതാണല്ലോ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് വീട്ടിലാണെങ്കിലും. ഇനി വാപ്പച്ചിക്ക് ഇഷ്ടം എന്തായിരുന്നു? ആപ്പിച്ചിക്ക് ഇഷ്ടം പാർട്ടി ബേസിൽ എന്തെങ്കിലും ആണ്. അല്ല, പണ്ട് ഇതിന് വേണ്ടിട്ടൊക്കെ പോയിട്ടൊക്കെ ഉണ്ടല്ലേ, ഈ അംബീഷന് വേണ്ടിട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പോയിട്ടുണ്ട് കുറെ കാലം ചെറുപ്പത്തിൽ. ക്രിക്കറ്റ് പ്ലെയർ കഴിഞ്ഞ ആക്ടർ ഇഷ്ടമായിരുന്നൊക്കെ. പണ്ട് അതിനായിട്ട് കുറെ പോയിട്ടുണ്ട്. 3-2 നിൽക്കും. 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇതേ ഉള്ളൂ. അടുത്തത് ഉമ്മച്ചിക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനം. ഏറ്റവും പേടിയുള്ളവരും പറയും പാമ്പ് 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 വാപ്പച്ചിക്ക് ഏറ്റവും പേടി അതൊരു സാധനമല്ല, വാപ്പച്ചിയുടെ ബിഗ്ഗസ്റ്റ് ഫിയർ. അതിപ്പോ പാമ്പ് അങ്ങനല്ല, ഒരു കാര്യത്തിനോട് പേടിയ. ആക്സിഡന്റ് അല്ല, ആക്സിഡന്റ് എന്ന് പറയാൻ പേടിക്കുന്നത് അത് ഉണ്ടായ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പേടിയുന്നത്. പിന്നെ വാപ്പച്ചിക്ക് പേടി എന്ന് പറയാൻ കടല് അല്ല. പിന്നെന്താ ഇഷ്ടം? അല്ല, പേടി എന്താ? അതാ ഒരു സാധനമല്ല, അതൊരു എങ്ങനെയാ പറയാ, ആഴമാണോ? അനിമലാണോ? അല്ലല്ല, അതിങ്ങനെ ആഴമാണോ, ഹൈറ്റ് ആണോ, ഡെപ്ത് ആണോ, അങ്ങനെയുള്ള ഒരു ഇത്. പ്രകൃതിയിലുള്ളതോ? അതിനോടാണ് ചെറിയ ഹൈറ്റ്. അപ്പൊ ഏറ്റവും ഹൈറ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് പറയാൻ കൂടുന്നത്. അത് എന്റെ പറഞ്ഞോണ്ടാണ് എനിക്ക് ഹൈറ്റ് പേടി. എനിക്ക് ഹൈറ്റിലാണ് പേടി. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഹൈറ്റിൽ നിന്ന് വെള്ളം കാണുന്നത്, ചുരമൊക്കെ കയറി പോകുമ്പോ. അപ്പൊ എത്ര? 3, 4, 3. അടുത്തത് വാപ്പച്ചിക്ക് പോവാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. വാപ്പച്ചിക്ക് പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലം അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാൻ ഭയങ്കര താല്പര്യം. അത് പറയാത്തത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. താജ്മഹൽ അല്ല, പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തെ പോർത്തുള്ളായിരിക്കും അല്ലേ? എനിക്ക് ഏറ്റവും കൂടുതൽ കോൾഡാണ് ഇഷ്ടം. തണുപ്പുള്ള സ്ഥലമാണ്. അപ്പൊ അതിലൊരു സ്ഥലമായിരുന്നു കാശ്മീർ. അങ്ങനെ പറയണ്ടായിരുന്നു. തണുപ്പ് പറഞ്ഞോണ്ടാ സത്യം. തണുപ്പ് പറയല്ലേ, ഞാൻ പറയത്തില്ല. തണുപ്പ് പറഞ്ഞെന്ന് പറയുമ്പോ കാശ്മീരാ പെട്ടെന്ന് ഓർമ്മ വന്നത്. കാശ്മീരായിരുന്നു. അല്ലാതെ വാപ്പിച്ച് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ഇന്ന സ്ഥലത്ത്. കാരണം ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. കൂടുതൽ ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ കൂടുതൽ ഞാൻ തണുപ്പുള്ള സ്ഥലങ്ങളാണ് നിന്നിട്ടുള്ളത്. സൗദി അറേബ്യയിൽ അൽക്കുറിയാത്ത് എന്ന് പറയുന്ന ഏറ്റവും നല്ല തണുപ്പുള്ള സ്ഥലമാണ്. എന്റെ സ്ഥലം എന്തായാലും വാപ്പിച്ച് പറയത്തില്ല. ഇഷ്ടപ്പെട്ട സ്ഥലം പോവാൻ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. പോയിട്ടുള്ള സ്ഥലമാണ്. പോയിട്ടുള്ള സ്ഥലമാണ്. ഉമ്മച്ചിക്ക് പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇഷ്ടമാണ്. എവിടെയെങ്കിലും പോണോന്ന് പറയുവാണെങ്കിൽ അവിടെ സെറ്റിൽ ആവണോന്നൊക്കെ ഇങ്ങനെ പറയും അല്ലെ? സെറ്റ് അത് ഈ കൂടുതലും പറയുന്നത് ഊട്ടി കൊടൈക്കനാൽ പോലുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അവിടെ പോകുമ്പോഴത്തേനാ ഇവിടെ കൊള്ളാം, ഇവിടൊക്കെ നമുക്ക് താമസിക്കാൻ നല്ല. പിന്നെ അല്ല, ഇപ്പൊ നമ്മൾ സലാലയിലൊക്കെ നിൽക്കുമ്പോ പറയത്തില്ലേ നമുക്ക് അവിടെ പോവാം. കറക്റ്റ്. ദുബായ്. അപ്പൊ എത്രയായി? 5-4. ഓക്കെ. അടുത്തത് ഉമ്മച്ചിയുടെ ഇഷ്ടപ്പെട്ട എന്റർടൈൻമെന്റ് എന്തിനോടാണ് ഉമ്മച്ചിക്ക് ഇഷ്ടം? എന്ത് ചെയ്യാനാണ്? TV കാണാനാണോ?
യാത്രയോട് അത്ര താല്പര്യമില്ല. എന്റർടൈൻമെന്റ് അല്ല, അങ്ങനല്ല, എന്റർടൈൻമെന്റ് TV എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പാട്ടാണ്. അല്ല, എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ലീനാക്കി ഏറ്റവും ഇട്ടുള്ള ഉറക്കം തന്നെ. അയ്യോ ഉറക്കം ചുമ്മാ ഉറങ്ങത്തൊന്നുമില്ല. ഫ്രീ ആയിരുന്നാ മതി. വെറുതെ കിടന്നാൽ പറഞ്ഞാൽ ഞാൻ ഉറങ്ങുവാണ്. ഉറക്കത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. അത് ഉറക്കം കുറവായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ല, എനിക്ക് TV കാണുന്നതാണോ, പാട്ട് കേൾക്കുന്നതാണോ, ഡാൻസ് കളിക്കുന്നതാണോ, കുക്ക് ചെയ്യുന്നതാണോ? ഇതൊക്കെ വളരെ ഇഷ്ടമാണ്, ഈ കുക്കിംഗ് ഒക്കെ. അത് കാണാനും കുക്കിംഗ് കാണാനും ഇഷ്ടമാണ്. പിന്നെ സാധാരണ കാണുന്നത് TV കാണുന്നതാണ്, സീരിയലൊക്കെ. പാട്ട് കേൾക്കാനും ഇഷ്ടം. പാട്ടൊക്കെ പാപ്പച്ചിക്ക് എന്താ ഇഷ്ടം? എനിക്കോ? ഉമ്മച്ചിയെ പറയുന്നത്. ബാബുജിയുടെ ഹോബിയോ? എന്റർടൈൻമെന്റ്. എന്റർടൈൻമെന്റ്. ക്രിക്കറ്റ് കളി ഇഷ്ടമാണ്, കളിക്കുന്ന ഇഷ്ടമാണ്. സ്പോർട്സ്. അപ്പം ലാസ്റ്റ് പോയിന്റ് നോക്കാം. ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട കാറ്. അത് പറയത്തില്ല ബാബുജി. എനിക്ക് ഇഷ്ടപ്പെട്ട കാറ് ഏതാന്ന് ചോദിച്ചാൽ നമ്മളെ എടുക്കുന്ന ഏതോ അത് ഇഷ്ടമായിരിക്കും. അല്ലാതെ പറയാൻ അത് ശരി. അത് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ ഒരു ആഗ്രഹം എടുത്തു. അത് ഷീന ഓക്കെ പറഞ്ഞു, നമ്മളെടുത്തു. ഇതിപ്പോൾ അടുത്തത് ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, എടുക്കണം ഭാഗത്തൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ തീരുമാനത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ നോക്കാം. പക്ഷെ ഇഷ്ടപ്പെട്ട വണ്ടി വാഹനം ഏതോന്ന് ചോദിച്ചാൽ വലിയ വണ്ടിയാ എനിക്കിഷ്ടം. അപ്പം ഫോർച്യൂണർ ആയിരിക്കും. ഫോർച്യൂണർ ഇഷ്ടമാണ്, താല്പര്യം. അത് യാത്ര നല്ല സുഖം, കംഫർട്ടബിൾ അതിനകത്ത്. പാപ്പച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വണ്ടിയുടെ പേര് റേഞ്ച് റോവർ. അത് ഞാൻ മറന്നിരിക്കുവായിരുന്നു സത്യത്തിൽ ആ പേര്. കൊറേ ഇങ്ങനെ ആലോചിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഉമ്മച്ചിയുടെ പോയിന്റ് ഓഫ് വ്യൂല് വാപ്പച്ചിക്ക് ഇഷ്ടപ്പെടാത്ത ഉമ്മച്ചിയുടെ ക്യാരക്ടർ എന്താ പറയുക? അതെന്ന് വെച്ചാൽ ബാബുജി ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്തോണ്ട് ഇങ്ങനെ വരും. എന്നിട്ട് വന്ന് അഭിപ്രായം ചോദിക്കും നമ്മളോട്, ഇതിങ്ങനെ ചെയ്താല്. അപ്പൊ ഞാൻ പെട്ടെന്ന് കയറി ഞാൻ പറയും വേണ്ട, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. വേണ്ടാന്ന് പറയും. അത് വേണ്ട, അത് ശരിയാവത്തില്ല എന്നിങ്ങനെ പെട്ടെന്ന് അങ്ങ് നെഗറ്റീവായിട്ട് ഞാനങ്ങ് പറയും. പക്ഷെ അത് വാപ്പച്ചിക്ക് ഭയങ്കര ഇതാണ്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ചിന്തിക്കാതെ എടുത്ത് പറയുന്ന കാര്യമാണ്. എല്ലാത്തിനും നോ പറയും. എല്ലാത്തിനും നോ പറയും ഫസ്റ്റ്. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ചെയ്യൂ, വേണ്ടായിരുന്നു, നോ പറയണ്ടായിരുന്നു, അത് ശരിയായ കാര്യമാണെന്ന് പറഞ്ഞു പിന്നെ അത് തിരുത്തും. പക്ഷെ പെട്ടെന്ന് വാപ്പിച്ച് പറയുമ്പോൾ ഞാൻ നോന്നേ പറയത്തുള്ളൂ. അങ്ങനെ ഒരു കാര്യം വാപ്പിച്ചിക്ക് എപ്പോഴും പറയും. ഉമ്മച്ചിയുടെ സ്വഭാവം ഇഷ്ടമല്ലാത്ത വാപ്പച്ചിക്ക് ഇത് ശരിയാണ്. എന്തെങ്കിലും ഒരു നമ്മളൊരു ഒരു കാര്യം, ഒരു ഒപ്പീനിയൻ വന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അത് വേണ്ട ശരിയാക്കി പറയും. അപ്പൊ പറഞ്ഞത് കറക്റ്റ്. അത് തന്നെയായിരുന്നു പറയാൻ ഉദ്ദേശിച്ചത്. തന്നെയാണ് അതെന്ന് പറഞ്ഞാല് നമുക്കത് എന്തെങ്കിലും ഒരു പ്ലാനിങ് സക്സസ് ആവും, നമ്മൾ എടുത്ത് ആഡ് ചെയ്യുവാണോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാല് എനിക്ക് പ്രോപ്പർട്ടി ഒക്കെ മേടിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അതിലുള്ള എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അത് മേടിക്കുക, അവിടെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യം. പക്ഷെ ഷീനാട്ട് വന്നതിനകത്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നോ, വേണ്ട. അത് എന്നിട്ട് ആ പൈസ കൊണ്ടെന്നുണ്ടെങ്കിൽ സ്വർണ്ണം മേടിക്കാൻ പറയും, സ്വർണ്ണം മേടിച്ചു വെക്കാൻ പറയും. എന്നിട്ട് ആ സ്വർണ്ണം മേടിച്ച് നമ്മൾ പറയുന്ന അത്രയും മേടിക്കാൻ പറ്റിയെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വാങ്ങും. അത് വാങ്ങി പിന്നെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്ക് അത് മാറ്റിയെടുക്കും. വേറെ ഏതെങ്കിലും ഒരു മോഡൽ ഇഷ്ടപ്പെട്ട് ഇതുകൊണ്ട് മാറ്റിയെടുക്കും. അങ്ങനെ പൈസ കളയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാവർക്കും പൈസ കളയത്തൊന്നുമില്ല കേട്ടോ, ആവശ്യമില്ലാണ്ട് പൈസ അങ്ങനെ കളയത്തൊന്നുമില്ല. പക്ഷെ പൈസ കളയുമായിരുന്നു ആദ്യമൊക്കെ, ഒരുപാട് ലാവശ്യം. അത് ശരിയാണ്, കുറച്ചൊക്കെ ലൈഫിൽ എൻജോയ്മെന്റ് വേണ്ടേ. അല്ലെങ്കിൽ പിന്നെ നമ്മളത് ജീവിച്ചിട്ട് നമ്മൾ ഒരുപാട് സൂക്ഷിച്ച് വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുറച്ചൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം. പിന്നെ നമുക്ക് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് കുറേ ഏജൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ടെൻഷനും കാര്യങ്ങളുമായിട്ട് നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണ്ടേ. കുറേ എപ്പോഴും എല്ലാ ടെൻഷനും അതായത് അതും പറഞ്ഞിട്ട് തന്നെ ഇതൊക്കെ അതൊക്കെ വേണം. സേവ് ചെയ്യാൻ പറ്റത്തില്ല, അത് വേറൊരു കാര്യം. എന്നാലും ആ ടൈമല്ലേ അങ്ങ് നഷ്ടപ്പെട്ടു പോകില്ലേ നമ്മൾ. പിന്നെ നമ്മൾ വേറെ ഓരോ കാര്യങ്ങളിലേക്ക് കിടക്കും. പിന്നെ നമുക്ക് അന്നത്തെ പോലെ ഒരു ഫ്രീഡം കിട്ടത്തില്ല. അങ്ങനത്തെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഇനി വാപ്പച്ചിയോട് ചോദിക്കാം. വാപ്പച്ചിയുടെ ഒരു
പോയിന്റ് ഓഫ് വ്യൂല് വാപ്പച്ചിയുടെ ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവം. വാപ്പച്ചിയുടെ ഒരു ഇതില് വാപ്പച്ചിക്ക് തോന്നുന്നത് ഉമ്മച്ചിക്ക് ഈ എന്റെ ഈ ക്യാരക്ടർ അല്ല ഇഷ്ടമല്ല എന്ന് തോന്നുന്നത്. ഉമ്മച്ചിക്ക് വാപ്പച്ചിയുടെ ക്യാരക്ടറിൽ ഇഷ്ടമല്ലാത്ത കാര്യം അത് ഈ രാഷ്ട്രീയക്കാരോ ഈ പോലീസ് സുഹൃത്തുക്കളൊക്കെ പോയിട്ട് അങ്ങനെ വന്ന് അവരുമായിട്ട് എവിടെയെങ്കിലും ഞാൻ ദൂരയാത്രയൊക്കെ പോകാനാണെങ്കിലും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല അങ്ങനൊന്നും. രാഷ്ട്രീയവും പോലീസ് ഓഫീസർമാരുമായിട്ടൊക്കെ പോകാനാണെങ്കിലും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല അങ്ങനൊന്നും. രാഷ്ട്രീയവും പോലീസ് ഓഫീസർമാരുമായിട്ടൊക്കെ ദൂരോട്ടൊക്കെ പോലീസ് ഓഫീസേഴ്സ് ഒന്നും പറയണ്ട. പിന്നെ അതുപോലെ തന്നെ വാപ്പിച്ചി ഭയങ്കര ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അങ്ങനെ പോയിട്ട് അത് താല്പര്യക്കുറവാണ്. പിന്നെ അതുപോലെ തന്നെ വാപ്പിച്ചിയുടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് വാപ്പിച്ചി ഭയങ്കര ലാവിഷായിട്ടുള്ള കുറച്ച് അടിച്ചുപൊളിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് വ്യത്യാസം വന്നു. അതിന് ഞാൻ എപ്പോഴും എതിർക്കും. നമുക്ക് അത്രയും അങ്ങനെ നമുക്ക് വേണ്ട. കാരണം ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുക ഓരോ കാര്യങ്ങൾ. പക്ഷെ അതിപ്പോൾ പറഞ്ഞ് ഏറെക്കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ ഇപ്പം അങ്ങനെ. അതുകൊണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ രണ്ടുപേരും ഇത് കറക്റ്റാ പറഞ്ഞത്. രണ്ടുപേരും കറക്റ്റ്. നീ റാനിയായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. റാനിയക്ക് വാപ്പിച്ചിയിൽ ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം ഏതാണ്? സൗണ്ട്. ഈ പകുതിക്ക് രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. അതല്ല, ഭയങ്കര ഉറക്കം. ഫോൺ ചെയ്യുമ്പോൾ ഭയങ്കര സൗണ്ടിലാണ് സംസാരിക്കുന്നത്. അതാണ് ഇഷ്ടപ്പെടാത്തത്. എന്നിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം. ചുമ്മാ ഇട്ട് അലട്ടു. അങ്ങനെ ഇത് ചുമ്മാ ഇട്ട് മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരിടത്ത് ഇരുത്താൻ സമ്മതിക്കത്തില്ല. അതെന്തുകൊണ്ടാണെന്നറിയാം. സ്നേഹമുള്ളത് കൊണ്ട് ഓരോ കാര്യത്തിലും ഇങ്ങനെ വിളിക്കുന്നത്. വിളിച്ച് അത് ചെയ്യും ഇത് ചെയ്യും അതെടുക്കെന്നൊക്കെ പറയുന്നത്. വാപ്പിച്ച് പക്ഷെ നേരെ സൈലന്റ്. അങ്ങനെ ഫോൺ ചെയ്യുമ്പോഴേ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ഒരു മേശരി ഹെൽപ്പർ. അതെ, ഒരു പാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ റാനിയാണ് വിളിക്കും. അങ്ങോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ റാനിയാണ് വിളിക്കും. ഇച്ചിരി വെള്ളം എടുത്ത് വെക്കണമെങ്കിൽ റാനിയാണ് വിളിക്കും. അതാ ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ എവിടെയെങ്കിലും ഇപ്പൊ ഇരിക്കുമ്പോഴായിരിക്കും വിളിക്കുന്നത്. ഞാൻ എവിടെയെങ്കിലും ഇരുന്ന ഒരു 10 തവണ വിളിക്കും എന്നെ. ഇനിയിപ്പോ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇനി വിളിക്കത്തില്ല. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഉമ്മച്ചിക്ക് 8 ഔട്ട് ഓഫ് 10ഉം ബാപ്പച്ചിക്ക് 7 ഔട്ട് ഓഫ് 10ഉം. ഉമ്മച്ചിക്ക് എന്താ തോന്നിയത്? ബാപ്പുജി ഇത്രയും പറയുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. കാരണം അങ്ങനെയുള്ള നമ്മളങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പൊതുവെ സംസാരിക്കത്തില്ല. പിന്നെന്തായാലും പ്രതീക്ഷയിലും ഒക്കെ പറഞ്ഞു. എത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം അങ്ങനെ കൂടുതൽ മറ്റേ അവനവൻ കുഴിച്ച കുഴി അവനവൻ തന്നെ വീഴും. പക്ഷെ പുറത്തുനിന്ന് മേടിക്കുന്ന പരിപാടിയില്ല. പുറത്തുനിന്ന് മേടിക്കുന്ന കാശ് വന്ന് എന്ത് പുറത്തുനിന്ന് അങ്ങനെ എപ്പോഴും ഞാൻ പറയാം നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാം. എനിക്ക് പുറത്ത് പോയി ഇരുന്ന് കഴിക്കുന്ന ഭയങ്കര ഇഷ്ടം. പക്ഷെ അതിക്കാർക്ക് ഒട്ടും താല്പര്യമില്ല. അതിനും പുറത്തിരിക്കുന്ന കഴിക്കുന്ന ഇഷ്ടമല്ല. പുറത്ത് പോയിരുന്ന് കഴിക്കാനും പറയും നമുക്ക് വേണ്ട പാഴ്സൽ മേടിച്ച് വീട്ടിൽ ഇരുന്ന് കഴിക്കാം. അതേപോലെ തന്നെ ഇക്കാർക്കും വീട്ടിൽ ഇരുന്ന് കഴിക്കാം. പക്ഷെ എനിക്ക് റാനിയായിക്ക് പുറത്ത് പോയിരുന്ന് കഴിക്കുന്ന ഇഷ്ടം. കാരണം നമ്മളെപ്പോഴും അകത്തിരുന്നല്ലേ വീട്ടിൽ ഇരുന്നല്ലേ എപ്പോഴും കഴിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് ഇഷ്ടം. പക്ഷെ ഇവർക്കത് ഇഷ്ടമല്ല. അപ്പൊ അതിനോട് നമ്മളും അങ്ങനെ അങ്ങ് അപ്പൊ എല്ലാവരും കൂടെ പോയാലല്ലേ നമുക്ക് കഴിക്കാനൊരു താല്പര്യം വരുള്ളൂ. അപ്പൊ അങ്ങനെ തന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിപ്പ് കുറവാണ്. മക്കളൊക്കെ മോൻ വരുന്ന സമയത്ത്. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിക്കാം. അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുവാണേ. വാപ്പച്ചിക്ക് ഉമ്മച്ചിയുടെ കുറച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാം. കുറച്ച് നല്ലതും കുറച്ച് ചീത്ത കാര്യങ്ങളും. ഉമ്മച്ചിക്ക് കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത്. കാരണം ഇപ്പം എന്റെ കാഴ്ചപ്പാടില് ഫഹദിനെ റാനിയൊക്കെ ചെറുപ്പത്തിലെ തൊട്ട് വളരെ പഠിത്തത്തിൽ കയറി. പിന്നെ നിങ്ങളെ രണ്ടുപേരെയും ഗൾഫിലാണെങ്കിൽ തന്നെയും ഞാൻ എപ്പോഴും ഫീൽഡ് വർക്കാണ്. ചിലപ്പം ആഴ്ചകളും ദിവസങ്ങളോളം ഞാൻ വരാതിരുന്നിട്ടുണ്ട്. വീട്ടിൽ തിരിച്ച് ദൂരത്തൊക്കെ വർക്കിന് പോയിട്ട് ആ സമയത്തൊക്കെ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ മീൻസ് പഠിത്ത കാര്യങ്ങൾ നിങ്ങളെ ശരിക്കും കയറി നിർത്തുമ്പോൾ അത് ഒരു നല്ലൊരു പോസിറ്റീവാണ്.
പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു പ്രാപ്തി. ഇപ്പം ഞാനില്ലെങ്കിൽ തന്നെ അത് ചെയ്യാനുള്ളൊരു അതൊരു പോസിറ്റീവാണ്. പിന്നെ കൂടുതലും നമ്മൾ ഗൾഫിൽ നിൽക്കുമ്പോൾ കൂടുതലും നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡ് തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. പുറത്തെ ഫുഡ് വളരെ കുറവാണ്. എന്തെങ്കിലും ചെറുതായിട്ട് ഷവർമയോ അല്ലെങ്കിൽ വല്ല സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും അല്ലാതെ മെയിൻ പോർഷൻസ് ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു. അതും ഒരു പോസിറ്റീവാണ്. പിന്നെ ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധനം മേടിച്ചിട്ട് അതുകൊണ്ട് മാറും. അതെനിക്കിഷ്ടമല്ല. അതിന് പൈസ ഒരുപാട്, കാരണം അവർ ഇരിക്കുന്നത് അവർ പൈസ ഉണ്ടാക്കാനാണ്. നമ്മൾ മേടിച്ച സാധനം തിരിച്ചവരെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളെ അത് പൈസ ഈടാക്കുകയാണ്. അത് ഭയങ്കര ഒരു നെഗറ്റീവാണ്. പിന്നെ ഈ പർച്ചേസ് കിച്ചണിലെ ഉപകരണങ്ങൾ, കിച്ചൺ മീൻസ് പാത്രങ്ങൾ, അതുപോലെ എന്തെങ്കിലുമൊക്കെ പുതു മോഡലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ചുമ്മാ പോയി മേടിക്കും. മേടിച്ചിട്ട് ഉപയോഗം വളരെ കുറവായിരിക്കും. അതെനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊക്കെ തന്നെ, അല്ലാതെ പിന്നെ പ്രത്യേകിച്ച് കൂടുതൽ പോസിറ്റീവാണ് എന്നുള്ളതാണ് എൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പാത്രങ്ങളൊക്കെ ഇപ്പം നമ്മൾ ലുലുവിലോ അങ്ങനെയൊക്കെയുള്ള അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സും കാര്യങ്ങളെക്കാട്ടി കൂടുതൽ നോക്കുന്നത് ഞാൻ കിച്ചൺ ഐറ്റംസ് ആയിരിക്കും. എന്നിട്ട് ഞാൻ മക്കളോട് ഇവരോട് പറയും, നിങ്ങളൊക്കെ വലുതായ ജോലി കഴിയുമ്പോൾ എനിക്കൊന്നും ഗിഫ്റ്റായിട്ട് കുറെ പാത്രങ്ങളൊക്കെ പുതിയ ഭയങ്കര ഇഷ്ടമാണ്. കിച്ചണൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ അലങ്കരിച്ചിടുന്നതും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യം. അങ്ങനെയൊക്കെ കുറെ ഞാൻ മേടിപ്പിക്കും. അങ്ങനെ അതിൽ പൈസ കൊടുത്ത് നമ്മളിപ്പോൾ ലുലുവിലൊക്കെ ഗൾഫിൽ നിന്ന സമയത്തും പുറത്തു പോയാലും കണ്ടാൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, പാത്രങ്ങള്, വീട്ടിലുള്ള കാര്യങ്ങള്, അങ്ങനെ ഹോം സെന്ററിലൊക്കെ ചുമ്മാ പോയി നിൽക്കും. അങ്ങനെയൊക്കെ കാണാൻ എനിക്ക് ഉമ്മച്ചി ഹോം സെന്ററിൽ പോയിട്ട് അതൊക്കെ നോക്കും. അങ്ങനെയൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ വൃത്തി ക്ഷീണാക്കി നിർത്തുന്ന ഒരു കാര്യമാണ്. അത് വീടിന് അകത്തായാലും പുറത്തായാലും ഔട്ട്സൈഡ് ആയാലും ഇൻസൈഡ് ആയാലും വളരെ നീറ്റായിരിക്കും. ഞാനും അതുപോലെ തന്നെ. എനിക്കൊരു പൊടി പൊടി കിടക്കുന്ന ഇഷ്ടമല്ല. അതും ക്ഷീണായുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് അത് ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഉമ്മച്ചിയുടെ അല്ല വാപ്പച്ചിയുടെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ്. ആദ്യം നെഗറ്റീവ് എന്ന് പറയാൻ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം നമ്മള് പറയാന്ന് കരുതി നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതെന്താ കാര്യമൊന്നും ഫുള്ള് കേൾക്കത്തില്ല. ആള് കേൾക്കാതെ കൊണ്ട് പെട്ടെന്ന് സഡനായിട്ട് അങ്ങ് റിയാക്ട് ചെയ്യും. നമ്മളത് ഫുള്ള് പറഞ്ഞ് തീരത്തില്ല, തീരാതെ അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അത് ചിലപ്പോൾ നമുക്കങ്ങ് വിഷമമുണ്ട് അത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്യുന്നത് ഇഷ്ടമല്ല. ഞാനിപ്പോൾ ആരെങ്കിലുമായിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ നേരം നമ്മളിപ്പോൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ കുറച്ചിലും ആണുങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഫ്രീ ടൈമിൽ ആരെങ്കിലും വിളിക്കുന്ന കൂടുതൽ എൻ്റെ ഉമ്മായോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പം ഞാൻ കൂടുതൽ നേരം ഫോണിൽ സംസാരിക്കുന്നത് ഇഷ്ടമല്ല. അത് ഒരു നെഗറ്റീവാണ്. പിന്നെന്ന് പറയാനെന്താ, പിന്നെ നെഗറ്റീവ് അങ്ങനെ പിന്നെ നെഗറ്റീവൊന്നുമില്ല. അത് രണ്ടുമേ ഉള്ളൂ എൻ്റെ ഒരു ഇതിൽ. പിന്നെ ചില സമയം പെട്ടെന്ന് ദേഷ്യം വരും. നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് ചില സമയത്തേ ഉള്ളൂ, എപ്പോഴും ഇല്ല. റിയാക്ട് ചെയ്യും പെട്ടെന്ന്. അത് പക്ഷേ അത് എൻ്റെ അടുത്താവണമെന്നില്ല. അത് പുറത്തൊരു വ്യക്തിയാണെങ്കിലും ഫോണിലൂടെ ആണെങ്കിലും നമ്മൾ ആളിന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഭയങ്കര ഒച്ചത്തിലൊക്കെ സംസാരിക്കും. അപ്പോൾ അത് നമുക്കൊരു പേടിയാണ്. അപ്പോൾ അതെപ്പോഴും ഞാൻ തിരുത്താൻ ശ്രമിക്കും. അങ്ങനെ സംസാരിക്കരുത്, ദേഷ്യം നമ്മൾ മെല്ലെ സംസാരിക്കാം. അതാണ് ഇത്. പിന്നെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കെയറിങ് ആണ് ഭയങ്കര. അത് നല്ല കെയറിങ് ആണ് നമ്മളോട്. നമ്മളെവിടെ പോയാലും നമ്മളെ കൊണ്ടുപോയാലും എല്ലാം കെയറിങ് ആണ് നല്ല. പിന്നെ നമുക്കിഷ്ടമുള്ള എല്ലാം വാങ്ങിച്ച് എല്ലാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് പോസിറ്റീവ് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകാം, അത് അക്സെപ്റ്റ് ചെയ്യും പെട്ടെന്ന് തന്നെ. അതല്ലാതെ നോ പറയത്തില്ല, വേണ്ട ശരിയാകത്തില്ല എന്ന് പറയത്തില്ല. നമ്മുടെ അഭിപ്രായത്തെ ഒരുപാട്
റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും ഞാനും മക്കളോട് ഒരുമിച്ചിരുന്ന് നമുക്ക് ഒരു സ്ഥലത്ത് പോകാം, ഓക്കെ പോകാം, റെഡി ആയിരിക്കും, അങ്ങനെയൊക്കെ അതൊക്കെ ഒരു വലിയൊരു പോസിറ്റീവായിട്ട് തോന്നും. അങ്ങനെ നെഗറ്റീവ് ചില കാര്യങ്ങളേ ഉള്ളൂ, നെഗറ്റീവ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.